ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക്. വയനാട് പുൽപ്പള്ളിയിലെ അക്രമ സംഭവങ്ങളിൽ കേസെടുക്കുമെന്ന് പോലീസ്. 3 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുക. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസെടുക്കും. വിവരങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ്, ഇന്ന് രാവിലെ പകൽ മുഴുവൻ നടന്ന വലിയ പ്രതിഷേധം, ഒരു പ്രദേശത്തെ മൊത്തം മുൾമുനയിൽ നിർത്തിയ അക്രമ സംഭവങ്ങൾ, ഇതിന് പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രതിഷേധക്കാരുടെ സമരം. സർക്കാർ കൃത്യമായി തന്നെ ഉറപ്പുകൾ നൽകുകയും കുടുംബത്തിനടക്കം സഹായങ്ങൾ ചെയ്തതിനു ശേഷവും വലിയ തരത്തിലുള്ള അക്രമത്തിനാണ് ഈ പ്രതിഷേധമായി എത്തിയവർ മുതിരുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇന്ന് പുൽപ്പള്ളിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പ്രത്യേകിച്ച് MLA-മാരെ, ജനപ്രതിനിധികളെ കയ്യേറ്റം ചെയ്യുകയും അതോടൊപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടയുകയും വാഹനം ആക്രമിക്കുകയും അതിന്റെ ഭാഗങ്ങൾ തകർക്കുകയും എല്ലാം ചെയ്ത സംഭവത്തിലാണ് ഒരു കേസെടുക്കേണ്ട നിർബന്ധിത സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പുൽപ്പള്ളി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക 3 കേസുകളിലായിരിക്കും. വനംവകുപ്പിന്റെ വാഹനം ആക്രമിച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും കേസുണ്ടാകും. അതോടൊപ്പം തന്നെ മൃതദേഹം തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ച സംഭവത്തിലും ചിലർ ആ രീതിയിൽ പ്രതിഷേധിച്ചതിലും കേസെടുക്കാൻ ഉള്ള ഒരു സാധ്യതയാണുള്ളത്. അത് പ്രധാനമായും മൃതശരീരം ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവർക്ക് പ്രതിഷേധ സ്ഥലത്തേക്ക് എത്തിക്കുകയും എന്നാൽ അത് പിന്നീട് തിരികെ കൊണ്ടുപോകാൻ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടെങ്കിലും ആ മൃതദേഹം തടഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം അവിടെ നടത്തിയിരുന്നു. അതിലും പോലീസ് കേസെടുക്കും. അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരെ കല്ലുകയും കസേര കൊണ്ട് മർദ്ദിക്കുകയും എല്ലാം ചെയ്ത സംഭവത്തിൽ പോലീസ് ഒരു തെളിവെടുപ്പ് നടത്തുകയാണ്. ദൃശ്യങ്ങൾ പരിശോധിക്കും. ജാമ്യമില്ലാ പ്രകാരമായിരിക്കും കേസെടുക്കുക. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതും പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സംഘടനകളുടെ ഒരു ഇടപെടൽ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ള സൂചനകൾ വല്ലതും പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ആസൂത്രിതമായ ചില ശ്രമങ്ങൾ ഈ രീതിയിൽ സമരത്തിന്റെ സമാധാനപരമായ സ്വഭാവത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇടപെടലുണ്ടായി എന്നുള്ള പോലീസിന് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ പോലീസ് അക്കാര്യം പരിശോധിച്ചിരുന്നു. ഏതായാലും അത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം പോലീസ് നടത്തുകയാണ്. ഈ ഏതെങ്കിലും രീതിയിൽ സമരത്തിന്റെ സമാധാന രൂപം അട്ടിമറിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചിട്ട് ഇത്തരത്തിൽ താല്പര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഏതായാലും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഏതായാലും ചില ആസൂത്രിതമായിട്ടുള്ള ശ്രമങ്ങൾ, ചില ജില്ലകൾ ഇത്തരത്തിൽ സമരത്തെ വഴിതിരിച്ചു വിടുന്നതിനും സംഘർഷ സാധ്യതകളിലേക്ക് നയിക്കുന്നതിനും ജനപ്രതിനിധികളെ ഉൾപ്പെടെ ആക്രമിച്ച സംഭവത്തിലേക്കും നീങ്ങിയതിന് പിന്നിലുണ്ട് എന്നാണ് പോലീസ് നിഗമനം. ഏതായാലും ഈ സംഭവങ്ങളിൽ കേരളത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്കായിരിക്കും പോലീസ് നീങ്ങുക. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പുൽപ്പള്ളിയിൽ നിന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ പോലീസ് കേസെടുക്കും. മൃതദേഹം തടഞ്ഞു വെച്ചതിനും ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും അടക്കം കേസെടുക്കും. വയനാട്ടിലെ സമരത്തിന്റെ സ്വഭാവം അക്രമത്തിലേക്ക് വഴിതിരിച്ചുവിട്ടതിൽ ആസൂത്രിതമായ ശ്രമമുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ.